നമ്മൾ ആവി പിടിക്കുകയാണ്. നല്ല ഒരു നല്ല സാധനമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ആ പനിക്കൂർക്കയിലയുടെയും ഈ പനിക്കൂർക്കയിലയുടെയും തുളസിയിലയുടെയും കൂടെ ആ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് നമ്മുടെ മൂക്ക് തുറക്കുകയും നമ്മളെ നന്നായിട്ട് വിയർക്കും. ഇത് നമ്മുടെ പിടലിയും ഒക്കെ ഇങ്ങനെ നല്ല ടൈറ്റ് അടിക്കണം കേട്ടോ ഈ അടപ്പ്, അല്ലെങ്കിൽ തിളച്ച വെള്ളം നമ്മുടെ തുടയിൽ വീഴും. അപ്പോൾ നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഒരു മൂടി എടുത്തിടണം. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മൂടിയൊന്നും ഇടുന്നില്ല, പക്ഷെ എന്നാലും നല്ല ആവി എൻ്റെ ഫേസിൽ അടിക്കുന്നുണ്ട്. നല്ലൊരു സുഖം നമ്മുടെ കഫക്കെട്ട് പോകാനും ഒക്കെ വളരെ പ്രയോജനമാണ്. അപ്പം ആവി പിടിക്കാൻ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഈ ആവി പിടിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് ഉപ്പിടുമ്പോഴാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ എന്തായാലും തുളസിയില ഇട്ടിട്ട് പനിക്കൂർക്കയില ഞെരടി, തുളസിയില ഡയറക്റ്റ് ഇടരുത്, തുളസിയിലയും ഈ പനിക്കൂർക്കയിലയും കൂടെ നന്നായിട്ട് ഞെരടി ആ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് വേറൊരു അരിപ്പയ്ക്കകത്ത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. ആ അരിച്ച വെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കാൻ. ഇതിനകത്ത് തുളസിയുടെയോ പനിക്കൂർക്കയിലയുടെയോ അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ല ആവി കൊടുക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. ഞാനിപ്പോൾ യാതൊരു വിധത്തിലുള്ള മേക്കപ്പും ഇട്ടിട്ടില്ല, അതുകൊണ്ട് വലിയ സുന്ദരിയൊന്നുമല്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ആവി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് സൈനസൈറ്റിസ് ഉള്ളവർക്കും അതും പനിക്കൂർക്കയില ചെയ്തിട്ടാലും കുഴപ്പമില്ല. നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ രോഗോപകളിൽ അടിഞ്ഞിരിക്കുന്ന പൊടികളും മാലിന്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഇത് വികസിക്കും. നമ്മളുടെ ഈ അതിനകത്തുനിന്ന് ഈ പൊടികളെല്ലാം മാറുന്നതിനും മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ ആവി കൊടുക്കുന്നത് നല്ലതാണ് മുഖത്തിന്. പിന്നെ പിള്ളേർക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ദേഹത്ത് വെള്ളം വീഴാതിരിക്കാനും ഒക്കെ ഇത് ഉപകരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സാധനമാണ് ഈ ആവി പിടിക്കുന്ന സാധനം. അതിന് പറയുന്ന പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല സുഖമുണ്ട്. ഇത് വെച്ച് ആവി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല എൻ്റെ അസുഖമൊക്കെ മാറും എന്നുള്ളതാണ്. ജലദോഷം മാറുമെന്നും എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ഇവിടുത്തെ മൂക്ക് ഇവിടെയൊക്കെ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. മൂക്ക് പെട്ടെന്ന് തുറന്നു, തൊണ്ടയ്ക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇനിയിപ്പോൾ ജലദോഷവും മഴയൊക്കെ മഴയും ഒക്കെ തണുപ്പും ഒക്കെ ഉള്ള സമയമല്ലേ. അപ്പം എല്ലാവരും ഇതുപോലൊരു സാധനം വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുക. ഇതുപോലെ പനിക്കൂർക്കയിലയും ഇങ്ങനെ ഒഴിഞ്ഞാലും നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ അടപ്പ് നല്ല ടൈറ്റാക്കി വെക്കണം, അല്ല ഈ വെള്ളം തിളച്ച വെള്ളം നല്ല ചൂടോടെ തുടയെ വീഴും. തുടയെ തന്നെയല്ല വീഴുന്നത്, വേണ്ട ഭാഗങ്ങളിലെല്ലാം അർജൻറ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റായ പ്രദേശത്തെല്ലാം ഇത് വീഴും. പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളുകയില്ല. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യുക, ആവി കൊടുക്കുക. എന്താ വേർത്ത കണ്ടോ മുഖം നന്നായിട്ട് വേർത്ത കണ്ടോ? ഈ തുളസിയുടെയും പനിക്കൂർക്കയിലയുടെയും സ്മെല്ല് നന്നായിട്ട് മൂക്കിനകത്തോട്ട് അടിച്ച് കയറും. ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കഫമുള്ളതുകൊണ്ട് അവിടെയൊക്കെ വേദന വരും. നെറ്റിയുടെ ഈ വശങ്ങളിലും പുരിയത്തിന് മുകളിലും ഒക്കെ നമുക്ക് കഫമുള്ളതുകൊണ്ടാണ് വേദന വരുന്നത്. അപ്പോൾ ഇതുപോലെ വേർപ്പിക്കുക. എല്ലാവരും ചെയ്യില്ലേ ഇത്? അപ്പം ഒന്ന് മനസ്സിലാക്കണം, ഇതുപോലുള്ള സാധനങ്ങളിനകത്ത് ഉപ്പിടരുത്. പക്ഷേ മറ്റേ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ, അതായത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഈ തുളസിയിലയും പനിക്കൂർക്കയിലയും ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനത്തിന് കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. അപ്പം എല്ലാവർക്കും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്കൊരു നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പനിക്കൂർക്കയില തുളസി ഇട്ട് വെന്ത വെള്ളത്തിൽ ആവി പിടിക്കുക. ഓക്കെ.